ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു B&J ഹോം വേൾഡ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചപ്പാത്തി അല്ലെങ്കിൽ പറാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നോർത്ത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആണ്. യൂഷ്വലി എല്ലാ വീടുകളിലും ഇത് ഉണ്ടാക്കുന്നതാണ്. ഇതിന് മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. തൽക്കാലം നമുക്കതിന് മടക്ക് ചപ്പാത്തി എന്നൊരു പേരിടാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ആട്ട കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെക്കുക. കുഴച്ചിട്ടൊരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വരും. എന്നാൽ നമുക്ക് ഈ പറാട്ട ഉണ്ടാക്കാം. ആദ്യമേ കുറച്ച് ആട്ട ഇതുപോലെ നമ്മളെടുത്ത് കയ്യിലിട്ട് നന്നായിട്ട് ഉരുട്ടണം. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഇത് ചപ്പാത്തി പലകയിലേക്ക് ഇത് വെക്കുന്നു. എന്നിട്ട് ഉരുട്ടുക. കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം രണ്ട് സൈഡിലും. ഇത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചുകൊണ്ട് നല്ല മയമായിട്ടുണ്ട്. നമ്മളിതുപോലെ പരത്തി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മടക്കുന്നു. രണ്ട് വട്ടം നമ്മൾ മടക്കുന്നു. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ട്രയാങ്കിൾ പൊറോട്ട എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പരത്തുക. വക്കൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് വരുത്തണം, അല്ലെങ്കിൽ അറ്റമൊക്കെ നല്ല തിക്കായിട്ടിരിക്കും. എല്ലായിടും ഒരേപോലത്തെ കൺസിസ്റ്റൻസി വരണം. അതുകൊണ്ട് നമ്മൾ ഈവനായിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മളിതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് എണ്ണയൊക്കെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ചൂടായ തവയിലേക്ക് ഇടുക. ഇത് മറിച്ച് രണ്ട് സൈഡും ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഈ പറാട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു പറാട്ടയാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്കിതിൻ്റെ അകത്ത് ഫില്ലിംഗ് എല്ലാം വെച്ച് ആലു പൊറോട്ട, ക്യാരറ്റ് പൊറോട്ട, ക്യാബേജ് പൊറോട്ട, അങ്ങനെ പല രീതിയിലുള്ള പൊറോട്ടകൾ ഉണ്ടാക്കാം. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഇത് രണ്ട് സൈഡും വേകാനായിട്ട് ഒന്ന് പതുക്കനെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് കാണാം ഇത് പതുക്കനെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പറാട്ട റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടാലറിയാം. ഇതുണ്ട്, ലെയറായിട്ട് നമുക്കിത് വിടിച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ്. ഇത് നമുക്ക് എന്ത് കറി വേണേലും, കറിയൊന്നും ഇല്ലെങ്കിൽ അച്ചാറാണേലും കൂട്ടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണാമായിരിക്കും ഞാൻ ചപ്പാത്തി ചുടുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നെയ്യും പുരട്ടാം. നെയ്യ് പുരട്ടിയാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ചപ്പാത്തിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ടേസ്റ്റി ടൊമാറ്റോ ഫ്രൈ കറി ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഇത് കാണണം. ആക്ച്വലി ഇത് വളരെ എളുപ്പമാണ്, ടൊമാറ്റോ കറിയും ഈ ചപ്പാത്തിയും. ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കുക. ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.